ഏകദേശം എത്രത്തോളം ആളുകൾ ഈ ഒരു ഇത്ര ദിവസം കൊണ്ട് വത്തിക്കാനിൽ വന്നു പോയിട്ടുണ്ടാവും? അതുമായി കണക്കൊന്ന് അച്ഛന് പറയാമോ? പറയാം ഡിജോ. അതായത് ഡിജോ പറഞ്ഞതും സൂചിപ്പിച്ചതുപോലെ ഇന്നലത്തെ എല്ലാ പരിപാടികൾക്കും നേതൃത്വം കൊടുത്തത് നമ്മുടെ സഭയുടെ നിലവിലുള്ള ഹെഡായ കമർലങ്കോ കെവിൻ ഫാരലാണ് ഇന്നലെ നേതൃത്വം കൊടുത്തത്. അത് ഏതായിരുന്നാലും ഇന്ന് നമുക്ക് കിട്ടുന്ന ഔദ്യോഗികമായ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള വത്തിക്കാനിൽ നിന്നുള്ള അറിയിപ്പ് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് 2,50,000 ആൾക്കാരാണ് ഇതുവരെ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാനായിട്ട് വത്തിക്കാനിൽ വന്നിരുന്നതും സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക കയറി ഇറങ്ങിയതും. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ബെനഡിക്ട് 16 മാർപ്പാപ്പ കാലം ചെയ്തു കഴിഞ്ഞപ്പോൾ അന്ന് ആ സമയത്ത് ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് വേണ്ടി ആദരാഞ്ജലികൾ അർപ്പിച്ചത് ഔദ്യോഗികമായ കണക്കും അറിവും അനുസരിച്ച് 2 ലക്ഷത്തോളം ജനങ്ങളായിരുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 12 വർഷം നീണ്ടുനിന്ന ആ ചുരുങ്ങിയ കാലയളവിൽ പോലും ഏകദേശം 2 ലക്ഷത്തെ ജനങ്ങളാണ് ഇതിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുവാനായിട്ട് എത്തിച്ചേർന്നത്. ഞാൻ വത്തിക്കാനിൽ എൻട്രി ചെയ്യാൻ പോവാണ്. ഞാനിവിടെ നമ്മുടെ സന്ത അന്ന പള്ളി, അതായത് വത്തിക്കാന്റെ ഔദ്യോഗികമായ ചർച്ചിന്റെ അരികിലാണ്. അതുപോലെ വത്തിക്കാനിലേക്ക് എൻട്രി ചെയ്യുന്ന റോഡിലാണ്. ഞാനിവിടെ ഇരുന്നുകൊണ്ടാണ് റിപ്പോർട്ട് നൽകുന്നത്. കുറച്ച് കഴിയുമ്പോഴത്തേക്കും വത്തിക്കാന്റെ അകത്തേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, ഞങ്ങൾക്കിപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് വത്തിക്കാനിലെ സന്നദ്ധ പ്രവർത്തകരെല്ലാം പിന്നിൽ നിൽക്കുന്നതായിട്ട്. മറ്റൊരു കാര്യം, വൈദികരും ബ്രദേഴ്സും സന്യസ്തരും ബിഷപ്സും എല്ലാം ഈ വഴിയിലൂടെയാണ് അവര് തങ്ങളുടെ ലിറ്റർജിക്കൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകുന്നത്. ഓക്കെ, അവിടെ ഇപ്പോൾ സമയം 6:47 ആയിരിക്കുകയാണ് വത്തിക്കാനിലെ. എങ്ങനെയാണ് ഈ ഒരു ദിവസത്തെ വത്തിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്? അതായത് നമുക്കറിയാം ലോകം മുഴുവനുമുള്ള ആളുകൾ അവിടേക്ക് എത്തുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് അവിടുത്തെ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം ഒരുക്കിയിരിക്കുന്നത്? ഇവിടെ ടൈറ്റ് സെക്യൂരിറ്റിയാണ് ഒരുക്കിയിരിക്കുന്നത്. അതായത് ഇറ്റാലിയൻ ഗവൺമെന്റ് ഇൻ അസോസിയേഷൻ വിത്ത് മറ്റ് ഇന്റലിജൻസ് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും ശക്തമായ ഒരു സെക്യൂരിറ്റി തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇന്നലെ ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഇന്നലെ രാത്രി പ്രാർത്ഥനയും അതും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ വത്തിക്കാനിൽ നിന്നും തിരിച്ചു വരുമ്പോൾ എനിക്ക് പ്രീസ്റ്റിന്റെ വത്തിക്കാന്റെ ഐഡന്റിറ്റി കാർഡും അതുപോലെ തന്നെ മറ്റ് എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിട്ട് പോലും സെക്യൂരിറ്റി ഗാർഡ് അകത്തോടെ കടത്തി വിടുന്നുണ്ടായിരുന്നില്ല. മാത്രമല്ല, ഞാൻ ഓർക്കുന്ന വേറെ 1-2 ഡൊമിനിക്കൻ വൈദികര്, മറ്റ് പ്രധാനപ്പെട്ട വ്യക്തികള് അവരും ഇതുപോലെ തന്നെ അവരുടെ താമസ സ്ഥലങ്ങളിലേക്ക് വന്നിട്ട് പോലും കടത്തി വിടുന്നില്ല. പിന്നെ അവരുടെ അത്യാധുനികമായ യന്ത്ര സംവിധാനങ്ങൾ ഉപയോഗിച്ച് പോലീസും അതോടൊപ്പം തന്നെ മറ്റ് എല്ലാവരും വത്തിക്കാന്റെ വിവിധങ്ങളായ സ്ഥലങ്ങളിൽ നമുക്ക് കാണാവുന്ന വിധത്തിലും അല്ലാത്ത വിധത്തിലും എല്ലാം ജാഗരൂകരായി നിരീക്ഷണത്തിലാണ്. 10,000-കണക്കിന് പോലീസുകാരും മറ്റ് ഇന്റലിജൻസ് വിഭാഗവും ഇവിടെ മഫ്തിയിലും അല്ലാതെയും ഇവിടെ പ്രവർത്തന നിരതരാണ്. അവർ പോലും വോളണ്ടിയേഴ്സ് ആയിട്ട് പോലും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അവരിൽ ചിലർ ഏതായിരുന്നാലും സെക്യൂരിറ്റി അത് വളരെ ശക്തമായിട്ട് തന്നെയാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ഞാൻ നമ്മുടെ പ്യാറ്റ്സ അവിടേക്ക് കയറിയിട്ടില്ല. 7 മണിക്കാണ് നമ്മളെ എല്ലാവർക്കും അവിടേക്ക് കയറാൻ പറ്റുമെന്ന് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇവിടെ എന്റെ പുറകിലുള്ള റോഡിൽ നിന്ന് വൈദികരും സിസ്റ്റേഴ്സും അതുപോലെ തന്നെ ബ്രദേഴ്സും എല്ലാം അവരെല്ലാവരും സെന്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക് മറ്റൊരു വഴിയിലൂടെ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പൊതുജനം സെന്റ് പിയാസ സ്ക്വയറിലാണ്. ഫാദർ ജോർജി പോളിനോട് ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അതിനെ കുറിച്ച് അറിയാൻ സാധിക്കും. അച്ഛൻ ബസിലിക്കയുടെ അകത്തുണ്ട്. എത്ര രാഷ്ട്ര നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്? വിവിധ മാധ്യമങ്ങളിൽ വിവിധ റിപ്പോർട്ടുകൾ വരുന്നു, പല റിപ്പോർട്ടുകൾ നമുക്കും കിട്ടുന്നു. നമുക്ക് അതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് നമ്പർ പറയാൻ സാധിക്കുമോ? ആരൊക്കെ, എത്ര പേര്, ഏതൊക്കെ? അതായത് ഞാനും ശ്രദ്ധിച്ചിരുന്നു, പല മാധ്യമങ്ങളും പല രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് നടത്തിയിരുന്നത്. വ്യത്യസ്തമായ നമ്പറുകളായിരുന്നു. എന്നാൽ ഏറ്റവും ഔദ്യോഗികമായ ലേറ്റസ്റ്റ് അറിവ് ലഭിച്ചതനുസരിച്ച് ഏകദേശം 165 രാജ്യങ്ങളുടെ രാഷ്ട്ര നേതാക്കന്മാരും അവരുടെ പ്രതിനിധികളുമാണ് ഇതിൽ പങ്കെടുക്കാനായിട്ട് വരുന്നത്. ഇവിടെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മളുടെ ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ മരണസമയത്ത് ഏകദേശം 200 രാജ്യങ്ങളിൽ നിന്നാണ് രാഷ്ട്ര നേതാക്കന്മാര് പങ്കെടുത്തിരുന്നത്. ഓക്കെ അച്ഛാ, ഈ മറ്റ് മതങ്ങളിൽ നിന്നുള്ള ആത്മീയ നേതാക്കന്മാര് ഇപ്പോൾ വത്തിക്കാനിൽ എത്തിയിട്ടുണ്ടോ, പങ്കെടുക്കുന്നുണ്ടോ? അതുമായി ബന്ധപ്പെട്ടൊന്ന് പറയാമോ? മറ്റു മതങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയ അറിവനുസരിച്ച് ഏകദേശം നമ്മുടെ ജൈൻ മതത്തിൽ നിന്ന്, സിഖ് മതത്തിൽ നിന്ന്, അതുപോലെ തന്നെ സ്വരാഷ്ട്രീയൻ മതത്തിൽ നിന്ന്,
ഹിന്ദു മതത്തിൽ നിന്നുള്ള റെപ്രസെന്റേറ്റീവ് ആണ് ഇതുവരെയും എനിക്ക് ലഭിച്ച അറിവനുസരിച്ച് മാർപ്പാപ്പയുടെ ഒഫീഷ്യൽ ഡെലഗേഷൻ ആയിട്ട് ഇവിടെ വരുന്നത്. മറ്റ് മതത്തിൽ നിന്നും ഒഫീഷ്യൽ ഡെലഗേഷൻ ഉള്ളതായിട്ട് ഇതുവരെയും എനിക്ക് അറിയാൻ സാധിച്ചിട്ടില്ല. ജെയിൻ മതത്തിൽ നിന്നും അതുപോലെ തന്നെ ഒഫീഷ്യൽ ഡെലഗേഷൻ ഉണ്ട്. ഓക്കെ, വ്യക്തമാണ്. അതായത് ഏകദേശം ഒരു നമ്മുടെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ ഫ്യൂണറിന്റെ സമയത്തെ 15 മതങ്ങളിൽ നിന്നും ഒഫീഷ്യൽ ഡെലഗേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് ലഭിച്ച ഒഫീഷ്യൽ ഡെലഗേഷൻ ഏകദേശം 5-6 മതങ്ങളിൽ നിന്നാണ്. ഓക്കെ, മറ്റൊരു കാര്യം, ഈ ഇന്ന് നടക്കുന്നത് കത്തോലിക്ക സഭയ്ക്കുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങുകളൊക്കെയാണ്. ഒരു മാർപ്പാപ്പയുടെ മരണവുമായി ബന്ധപ്പെട്ടുള്ള മൃതസംസ്കാര ശുശ്രൂഷ എന്ന് പറയുന്നത് അത്ര വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇതിനു മുമ്പ് നടന്ന ബെനഡിക്ട് 16 മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷ നടന്നിരുന്നു, ജോൺ പോൾ 2 മാർപ്പാപ്പയുടെ നടന്നിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് വ്യത്യാസമാണ് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്? അതുമായി ബന്ധപ്പെട്ട് ചിന്തിക്കുമ്പോൾ വ്യത്യസ്തത എന്ന് പറഞ്ഞാൽ നമുക്ക് ലിറ്റർജിക്കൽ സെലിബ്രേഷനിൽ നമ്മൾ ഇന്നലെ ഈ ദിവസങ്ങളിൽ സൂചിപ്പിച്ചതുപോലെ ലാളിത്യം, സിംപ്ലിസിറ്റി, ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഫ്രാൻസിസ് പിതാവിന്റെ തിരുക്കർമ്മങ്ങൾ, ലിറ്റർജിക്കൽ സെലിബ്രേഷൻസും മറ്റെല്ലാ കാര്യങ്ങളും നടന്നിരിക്കുന്നത്. മൃതസംസ്കാര ചടങ്ങുകളും അതുപോലെ തന്നെ ഇന്ന് നടക്കാനിരിക്കുന്ന ഫ്യൂണറൽ മാസും ഉൾപ്പെടെ അത് നമ്മൾ മാർപ്പാപ്പമാരെ തമ്മിൽ കമ്പയർ ചെയ്യുന്ന, താരതമ്യപ്പെടുത്തുന്നതല്ല, മറിച്ച് അത് ഓരോ മാർപ്പാപ്പമാരുടെയും അന്ത്യാഭിലാഷം അനുസരിച്ച് നടത്തുന്ന കാര്യങ്ങളിൽ കാണുന്ന ഒരു വ്യത്യസ്തതയാണ്. മറ്റൊരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പാർട്ടിസിപ്പേഷൻ ഓഫ് ഓരോ രാജ്യങ്ങളിൽ നിന്നുള്ള ഡെലഗേഷൻസിന്റെ പാർട്ടിസിപ്പേഷന്റെ ഒരു ഡിഫറൻസ് കൂടിയാണ് എനിക്ക് തോന്നിയത്. അതായത് നമ്മുടെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ഫ്യൂണറിന് വേണ്ടി ഒഫീഷ്യൽ ഡെലഗേഷൻ ആയിട്ട് വരുന്നത് ഏകദേശം 165 രാജ്യങ്ങളിൽ നിന്ന് ഉള്ളവരാണ്. മറ്റേത് ജോൺ പോളിന്റെ കാലഘട്ടത്തിൽ 200ഓളം രാജ്യങ്ങളിൽ നിന്ന് വന്നിരുന്നത്. അത് അങ്ങനെ നമ്മൾ താരതമ്യപ്പെടുത്തുമ്പോൾ ഏകദേശം തതുല്യമായ രീതിയിൽ തന്നെയുള്ള ഒരു പാർട്ടിസിപ്പേഷൻ ആണ് മറ്റ് രാജ്യങ്ങളുടെ ഒഫീഷ്യൽ ഡെലഗേഷൻ. അപ്പൊ ഞാൻ ചിന്തിച്ചതാണ്, there is a Francis effect globally, internationally, ഒരു വേൾഡ് വൈഡ് ചുരുങ്ങിയ കാലഘട്ടത്തിൽ, ചുരുങ്ങിയ പേപ്പസിക്കുള്ളിൽ ഒരു ഫ്രാൻസിസ് ഇമ്പാക്ട് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇത്രമാത്രം ജനലക്ഷങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മുടെ ബെനഡിക്ട് 16 മാർപ്പാപ്പയ്ക്ക് വേണ്ടി ഫ്യൂണറിന് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ 2 ലക്ഷത്തോളം ആൾക്കാരാണ് വന്നിരുന്നെങ്കിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആദരാഞ്ജലികൾ അർപ്പിക്കുവാൻ വേണ്ടിയിട്ട് 2.5 ലക്ഷത്തിലധികം ആൾക്കാർ വന്നിട്ടുണ്ട്, അതായത് ചുരുങ്ങിയ സമയം കൊണ്ട്. അപ്പം വാട്ട് ഐ നോട്ടീസ് ഈസ് ദാറ്റ് there is a Francis impact. ചുരുങ്ങിയ കാലഘട്ടത്തിൽ ജാതി മത ഭേദമന്യേ വ്യത്യസ്തമായ രീതിയിൽ ഒരു ഇമ്പാക്ട് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. പിന്നെ മറ്റ് ക്രൈസ്തവ സഭകളിൽ നിന്ന്, കത്തോലിക്ക സഭയോട് ചേർന്ന് നിൽക്കുന്ന മറ്റ് സഭകളിൽ നിന്നും അതുപോലെ തന്നെ വേർതിരിക്കുന്ന സഭകളിൽ നിന്ന് പോലും റെപ്രസെന്റേഷൻ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 11 പാത്രിയാർക്കീസുമാരാണ് മാർപ്പാപ്പയുടെ ഈ മൃതസംസ്കാര ചടങ്ങുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ബലിയിലും സംസ്കാര ശുശ്രൂഷകളിലും പങ്കെടുക്കാനായിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് പൊതുവെ നോട്ട് ചെയ്തൊരു കാര്യം.